അങ്ങനെ ഹിക്കാരിയോട് കൊഹാറും ഹസ്ബൻഡ് കൂടി സ്കൂളിലെ കുഞ്ഞിനെ നീ കൊന്നതാണോ എന്ന് ചോദിക്കുകയാണ്. എന്ന് അവള് ദേഷ്യത്തിൽ അവരെ ചീത്ത പറഞ്ഞിട്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്നെ ഇഷ്ടമല്ലെന്നും എന്നെ വിശ്വാസമില്ലെന്നും പറയുന്നു. അങ്ങനെ അവളുടെ അച്ഛൻ അയാൾ ട്രഷർ പോലെ സൂക്ഷിച്ചിരുന്ന എല്ലാ പെയിന്റിങ്സും കൊണ്ട് കത്തിച്ചു കളഞ്ഞിട്ട് ഹിക്കാരിക്ക് വേണ്ടി മാത്രം ഇനി ജീവിക്കാന്ന് തീരുമാനിക്കുന്നു. ശരിക്കും അവർക്ക് അറിയാമായിരുന്നു ഹിക്കാരിയാണ് ആ കൊല ചെയ്തതെന്ന്. അതായത് എന്തൊക്കെ തെണ്ടിത്തരം ചെയ്താലും മക്കളെ ഭ്രാന്തമായിട്ട് സ്നേഹിക്കുന്ന ഒരുതരം സൈക്കോ പാരന്റ്സ് ഇല്ലേ, അതുപോലെയായി മാറിക്കഴിഞ്ഞു അവര്. ഇപ്പൊ അവർക്ക് എന്ത് ചെയ്തിട്ടാണേലും ഹിക്കാരിയെ രക്ഷിക്കണം. അങ്ങനെ അവർ തിരികെ വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ ജനൽ മുഴുവൻ ഹിക്കാരി എല്ലാരെയും കൊല്ലണം എന്നൊക്കെ എഴുതി വെച്ചിരിക്കുകയായിരുന്നു. ഇതും കൂടി കണ്ടപ്പോൾ സൈക്കോസായ അവര് എന്ത് ചെയ്തിട്ടാണേലും ഹിക്കാരിയെ ഹാപ്പി ആക്കണമെന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ പിറ്റേ ദിവസം വാക്സിൻ എടുക്കുന്ന ആൾക്കാരെ പോലെ അവര് വേഷമിട്ട് സ്കൂളിലേക്ക് കയറാണ്. എന്നിട്ട് എല്ലാ പിള്ളേർക്കും ഒരു ഇഞ്ചക്ഷൻ കുത്തിവെക്കുന്നു. അവസാനം കൊഹാറോ ഫാമിലിയും വളരെ ഹാപ്പി ആയിട്ട് ഒരു ക്ലാസ് റൂമിൽ ഇരുന്ന് സംസാരിക്കുന്നത് കാണിക്കുന്നു. കൂടാതെ ആ സ്കൂളിലുള്ള എല്ലാ സ്റ്റുഡൻസും അപ്പോൾ ബോധം കിട്ട് കിടക്കുകയാണ്. അങ്ങനെ സിനിമ അവസാനിക്കുന്നു. ഓവറായിട്ട് മക്കളെ സ്നേഹിച്ച എങ്ങനെ ഇരിക്കും എന്നതാണ് ഈ സിനിമ. ഉറപ്പായിട്ടും കണ്ടു നോക്കൂ.